ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സുസ്മിത ഉപേന്ദ്രനോട് പറയുന്നു, കൊച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ ഇങ്ങോട്ട്. എൻ്റെ കൊച്ചെ, അവൾ ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വീണ്ടും വീണ്ടും അവിടെ കൺമുന്നിൽ കൂടെ മുതലിങ്ങനെ നഷ്ടപ്പെടുന്ന കാണുന്നതേ അത്ര സുഖമുള്ള ഒരു കാഴ്ചയല്ലല്ലോ. അതും എന്നെപ്പോലുള്ള ഒരുത്തൻ്റെ കയ്യിലോട്ട് ആ സ്വത്ത് വീണ്ടും വരുന്നതെന്ന് അറിയുമ്പോൾ സഹിക്കുമോ? പാവം, കളക്ട്രേറ്റിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ടുണ്ട് രാമനാമം ജപിക്കുമായിരിക്കും. സുസ്മിത പറയുക, അതല്ലെങ്കിലും ഇനി അങ്ങനെ, ഇനി അവളുടെ ബാക്കിയുള്ള ജീവിതം എവിടെങ്കിലും പോയിരുന്ന രാമനാമം ജപിച്ച് കുത്തിയിരിക്കുന്നതാവണം. ഈ ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാരൊക്കെ ഈശ്വരനാമവും ജപിച്ചുകൊണ്ട് അമ്പലത്തറയിലും ആൽത്തറച്ചോട്ടിലും ഒക്കെ ഇരിക്കാറില്ലേ? എൻ്റെ ഈ കളിയുടെ അവസാനം അവളെ ഞാൻ അവിടെ എത്തിക്കും. ഈ സുസ്മിത ശാലിനി അങ്ങനെ അവിടെ എത്തിച്ചിട്ടേ അടങ്ങും. പപ്പിമോളും സത്യമോളും ആകെ സങ്കടത്തിലാണ്. ഇത്രയും നേരമായിട്ടും വിഷ്ണുവച്ചൻ വന്നില്ലല്ലോ, നമ്മളെ ഇവിടുന്ന് ഇനി ആര് രക്ഷിക്കും? ഇങ്ങനെ ഓർത്ത് കുഞ്ഞുങ്ങളിങ്ങനെ സങ്കടത്തോടെ നിൽക്കുവാണ്. നമ്മുടെ വിഷ്ണുവാണ് ഈ ഓട്ടോയിലിങ്ങനെ സ്പീഡ് വരുവാണ്. എത്രയും പെട്ടെന്ന് വിഷ്ണു ഇപ്പം മണിമല എസ്റ്റേറ്റിലെത്തും. അതാ നമ്മുടെ വിഷ്ണുവും കമലനും അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു ഗുണ്ട വന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഏതാടാ നീയൊക്കെ, എന്താടാ വേണ്ടത്? വിഷ്ണു ഒരു ചെറിയ പുഞ്ചിരിയോടെ പറയാ, ഈ പ്രാവോ? ആ താഴത്തെ കടക്കാരൻ പറഞ്ഞ് ഇവിടെ പ്രാവും കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടെന്ന്. വലിയ ഗൗരവത്തിൽ ഗുണ്ട പറയുന്നു, മക്കളെ വിട്ടോ, ഇത് സ്ഥലം വേറെയാ. അയ്യോ, 2 പ്രാവും കുഞ്ഞുങ്ങളെ ഇങ്ങി താ സാറേ. സാറ് തിരിഞ്ഞു നോക്കണ്ട, ഞാൻ സാറിനെ തന്നെ സാറേ എന്ന് വിളിച്ചത് എന്ന് കമലം കളിയാക്കി പറയുവാണ്. വിഷ്ണു പറയാ, സാറ് കള്ളത്തരം ഒന്നും പറയരുത്. ഇതിനകത്ത് 2 പ്രാവും കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് കണ്ടതുവാ. ഗുണ്ടയൊക്കെ ആണെങ്കിൽ ഒരു പൊട്ടനാണെന്ന് തോന്നുന്നു. അവനിങ്ങനെ മിഴിച്ച് നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ട്യൂണങ്ങ് മാറ്റി, അവരെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകും, മനസ്സിലായോ? അപ്പോഴാണ് ഗുണ്ടയ്ക്ക് കാര്യം പിടികിട്ടിയത്. ആഹാ, അപ്പം നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അപ്പോൾ ഗുണ്ടത്തലവൻ ബെൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ, എന്താ ഇവർക്ക് വേണ്ടത്? വിഷ്ണു പുഞ്ചിരിച്ചോണ്ട് ചോദിക്കുന്നു, അല്ല, ഈ പ്രാവുംകൂടിൻ്റെ ഓണറാണോ? സാറേ, ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് വരുക. വന്ന കാര്യം എന്തുവെന്ന് വെച്ചാൽ, ഈ നല്ല ഇനം പ്രാവുകളെ ഒന്നിച്ച് വാങ്ങിച്ച് കൂട്ടിനകത്തിട്ട് വളർത്തുന്നത് ഞങ്ങളുടെ മോലാളിക്കൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങളെ പാവ ഓട്ടോക്കാരാ. ഈ പുള്ളിക്കാരൻ്റെ ഓട്ടോ ഓടിക്കുമ്പോഴേ പുള്ളിക്കാരൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ബാക്കിയുള്ള ഗുണ്ടകളും അവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പറയാം, ഇതിനകത്ത് പ്രാവും കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടത് മാന്യമായിട്ട് ഇങ്ങി തന്നാൽ മാന്യമായിട്ടുള്ള പ്രതിഫലം തന്നിട്ട് ഞങ്ങളങ്ങ് പോകാം. അപ്പോൾ ബെൻസ് ചോദിക്കുന്നു, അപ്പം പ്രതിഫലവും കൊണ്ട് ഇറങ്ങിയതാണ് ആൾക്കാരല്ലേ? അപ്പം മറ്റുള്ള ഗുണ്ടകൾ ചോദിക്കുന്നു, എന്താ എടാ, ഇവന്മാരെ നമുക്ക് പ്രതിഫലം തരാൻ വന്നതാ. എടാ, എങ്ങനാ നിങ്ങളെന്ന് പറഞ്ഞ് ഈ പ്രതിഫലം മേടിച്ച് അകത്ത് വെക്കണോ അതോ കയ്യോടെ കൊടുത്തു വിടണോ? നമുക്കേ പ്രതിഫലം വാങ്ങിച്ച് അകത്ത് വെക്കുന്ന ശീലമില്ലല്ലോ, കയ്യോടങ്ങ് കൊടുത്ത് വിട്ടേരെ എന്ന് ബാക്കിയുള്ള ഗുണ്ടകളുടെ കമൻറ്റ്. എൻ്റെ സാറന്മാരെ, ഞങ്ങൾ ഉദ്ദേശിച്ചു വന്ന പ്രാവും കുഞ്ഞുങ്ങളെ തരുന്നതെങ്കിലേ അത് മാത്രം പോരാ, എൻ്റെ പുറകിന് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം ഈ 2 കുഞ്ഞുങ്ങളെ കൂടെ കൊടുക്കണം. എടാ കമല, നീ അവന്മാരെ ഇങ്ങോട്ട് വിളിച്ചേരടാ, ദാണ്ട് ഈ സാറന്മാർ നമുക്ക് തരാൻ പോവാണെന്ന്. എന്തിനാ ആശാനെ വിളിക്കുന്നത്? ദാണ്ട് എത്തിക്കഴിഞ്ഞവർ. അപ്പോഴേക്ക് ലൈനായിട്ടുള്ള ഓട്ടോറിക്ഷകളെല്ലാം ഇതിനങ്ങോട്ട് വരുവാണ്. അപ്പോഴെങ്ങനെ നമുക്കിനി വിലപേശലിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നമുക്കങ്ങ് തുടങ്ങിക്കളയാം. അടിയെന്ന് വെച്ചാൽ നല്ല വെടിക്കെട്ടടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് താങ്ങാൻ കരുത്തുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഈ അടി നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ ഇടയ്ക്ക് നിർത്തിയിട്ട് സന്ധി സംഭാഷണമൊന്നും പറ്റത്തില്ല, അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എന്നാൽ ഇനി ഐശ്വര്യമായിട്ട് തുടങ്ങാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു എടുത്തിട്ട് ചാർത്തുവാണ് ബെൻസിന്. കമലനും കൂടെ വന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാവരും ചേർന്ന് ഭയങ്കര അടി. ഗുണ്ടകളെ എടുത്തിട്ട് ഇടിക്കുന്ന, അവരിങ്ങോട്ടിടിക്കുന്ന, ഒന്നും പറയണ്ട. അടിയും തൊഴിയും ബഹളവും തന്നെ. രജിസ്റ്റർ ഓഫീസിലോട്ട് നമ്മുടെ ശാലിനി രാഘവേട്ടനെയും കൊണ്ട് വരികയാണ്. അത് കണ്ടിട്ട് സുസ്മിതയും ഉപേന്ദ്രനും ഇങ്ങനെ നോക്കുവാണ്, ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഉപേന്ദ്രൻ പറയാ, ഇവിടെ എന്താ വല്ല അന്നദാനം ഉണ്ടോ ഇയാളെയും കൊണ്ട് ഇവിളിങ്ങോട്ട് വരാൻ? ശാലിനി രാഘവേട്ടനെ കൊണ്ടുവന്ന് ആ ചെയറിലങ്ങോട്ട് ഇരുത്തിയിട്ട് നല്ല അന്തസ്സായിട്ടൊരു ഗമയിലിങ്ങനെ നോക്കി നിൽക്കുവാണ്. അതിനേക്കാളും പറയാൻ വയ്യ രാഘവേട്ടൻ്റെ ഒരു ഗമയും തലപ്പിടിപ്പും ഒന്നും പറയണ്ട. ഉപേന്ദ്രൻ ചെന്നിട്ട് രാഘവേട്ടനോട് ചോദിക്കുന്നു, അല്ല ചേട്ടൻ എന്താ ഇവിടെ? അത് ഞാനേ ഒരു ശവമടക്കിന് വന്നതാ. ഉപേന്ദ്രൻ അത് കേട്ട് ഞെട്ടിപ്പോയി. ശവമടക്കോ? എൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു, അവനെ ഇന്നലെ രാത്രിയിലേ ഒരു കാള കുത്തി. അവന് നല്ല വർക്കത്തുള്ള സ്വഭാവം ആയതുകൊണ്ട് തന്നെ ആളയുടെ ഒരൊറ്റ കുത്തിന് തന്നെ അവനങ്ങ് ചത്ത്. നാടിനും വീടിനും വീട്ടുകാർക്കൊക്കെ ശല്യമായ അവനെ അങ്ങനെ പടുമരണം വന്നങ്ങ് തീരണം. അല്ലെങ്കിൽ മിണ്ടാപ്രാണികൾ അതൊക്കെ ഏറ്റെടുത്തങ്ങ് ചെയ്യും. ഇനി എന്തെങ്കിലും നിനക്കറിയണോ? വേണ്ട,
വടി കൊടുത്ത് അടി വാങ്ങിച്ചതുപോലെ ഉപേന്ദ്രൻ നിന്ന് വിളറി നാണിച്ചവിടെ നിൽക്കുക. മണിമല എസ്റ്റേറ്റിൽ അടിയുടെ പൊടിപൂരം നടക്കുവാണ്. ആര് ജയിക്കും ആര് തോക്കുമെന്നൊന്നും ഉള്ളതല്ല, നമ്മുടെ വിഷ്ണുവിൻ്റെ കൈ കിട്ടുന്നവരുടെ ഗതി എന്താവും. വിഷ്ണു അങ്ങനെ അങ്ങ് അറമ്മതിച്ചങ്ങ് ഇടിച്ച് പൊളിക്കുവാണ് ഓരോന്നിനെയും. ആ ഇടിയുടെ ശബ്ദം സത്യമോളും പപ്പിമോളും കേൾക്കുന്നുണ്ട്. സുസ്മിത അവിടെ നിന്നുണ്ട്. ശാലിനി ഇങ്ങനെ ഒട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ശാലിനി ഒരു കൂസലുമില്ലാതെ ധൈര്യത്തോടെ ഇങ്ങനെ സുസ്മിതയെ നോക്കുവാണ്. ഉപേന്ദ്രൻ ഇങ്ങനെ പറയുക, രോഹിത് പോയിട്ട് കുറേ നേരം ആയല്ലോ, ഇനി എന്നെ ആയിരിക്കും അടുത്തതായിട്ട് വിളിക്കുന്നത്. അതെ അതെ എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അകത്തുനിന്ന് പിയോൺ ഇറങ്ങി വരുന്നുണ്ട്. ഉപേന്ദ്രൻ ഓടിച്ചെന്ന് പറയുന്നു, എഴുതി വാങ്ങിക്കുന്ന ആളിനെ അല്ലയോ, അത് ഞാൻ തന്നെ വരേണ്ടത്. അതെ, എഴുതി വാങ്ങിക്കേണ്ട ആൾ തന്നെയാണ് വരേണ്ടത്. പക്ഷെ നിങ്ങളല്ല, രാഘവൻ നായരാണ് വരേണ്ടത്. സുസ്മിത ഇരുന്നിടത്തുനിന്ന് ചാടിയങ്ങ് എഴുന്നേറ്റ്, എന്തുവാ? ഉപേന്ദ്രനെ സുസ്മിതയെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ശാലിനി ഒരു ചിരിയോടെ അച്ഛാ വന്നേ എന്നും പറഞ്ഞ് രാഘവേട്ടനെ എഴുന്നേൽപ്പിക്കുവാണ്. പിയൂൺ അങ്ങനെ രാഘവേട്ടനെ രജിസ്ട്രാറിൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോവാണ്. സുസ്മിത ശാലിനിയുടെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നു, ഇവിടെയും നീ നിന്റെ കളക്ടർ ബുദ്ധി ഉപയോഗിക്കാൻ നോക്കുവാണോ? നിനക്കറിയാവോ ആ വീടും പറമ്പേ ഇതാണ്ട് ഇപ്പോഴകത്തോട്ട് കയറിപ്പോയ ആ മനുഷ്യൻ്റെ വിയർപ്പാ. അന്യൻ്റെ വിയർപ്പിലുണ്ടാക്കിയ അപ്പം ചുളിവിൽ തിന്നാൻ വന്നാലേ ഞാനതങ്ങ് സമ്മതിച്ചു തരുമെന്ന് നീ അങ്ങ് കരുതിയോ? അച്ഛനുണ്ടാക്കിയ മുതലേ അച്ഛൻ്റെ പേരിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ. അതല്ലേ സുസ്മിതേ അതിൻ്റെ ശരി. മണിമല എസ്റ്റേറ്റിൽ വിഷ്ണുവിൻ്റെ അടികൊണ്ട് ഓരോ ഗുണ്ടകളും തളർന്നു വീഴുന്നുണ്ട്. തളർന്നു വീഴുന്നവർ പതുക്കെ എഴുന്നേറ്റ് നീന്തി വലിഞ്ഞൊക്കെ വരുന്നുണ്ട്. അവരെ കമലൻ ഒതുക്കുന്നുണ്ട്. ശാലിനി സുസ്മിതയോട് വീണ്ടും പറയുക, ഈ രജിസ്ട്രേഷൻ എന്തിനുള്ളതാണെന്ന് നിനക്കറിയാവോ? തട്ടിച്ചും വെട്ടിച്ചും നീ സ്വന്തമാക്കാൻ നോക്കിയതല്ലേ, അതിനുള്ള ഒരു തട്ടാടി ഇത്. എടി ശാലിനി, നീ ഇതിനനുഭവിക്കും. കുട്ടികളെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ്. അത് കേട്ടിട്ട് ശാലിനി അങ്ങ് ചിരിക്കുവാണ്. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും അപമാനവും കൊണ്ട് നിൽക്കുന്ന ഉപേന്ദ്രൻ പറയാ, സുസ്മിതെ വിളിച്ചവന്മാരോട് പറ, രണ്ടിനെ അങ്ങ് കൊന്നേക്കാൻ. ശാലിനി ഉപേന്ദ്രനോട് പറയാ, നിങ്ങൾ ഈ പറഞ്ഞ ഈ നാവുണ്ടല്ലോ, അത് വലിച്ചു പറിച്ച് തെരുവിലോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ, തെരുവ് പട്ടികൾ പോലും അത് തിരിഞ്ഞു നോക്കത്തില്ല. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനാ നിങ്ങൾ. പിന്നെ നീ കുട്ടികളെ വെച്ച് വരട്ടാമെന്നൊന്നും വിചാരിക്കണ്ട. കുട്ടികളെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെയാണ് എത്തപ്പെട്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അതിശയത്തോടെ സുസ്മിതയും ഉപേന്ദ്രനും ഇങ്ങനെ നോക്കുക. ശാലിനി ചിരിച്ചോണ്ട് പറയാ, ഇനി അതൊക്കെ ലൈവായിട്ട് കാണണമെങ്കിൽ കണ്ടോ. ശാലിനി വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലൊരു ഗുണ്ടയിരുന്ന് ഞെരിഞ്ഞമരുവാണ്. വിഷ്ണുവിന് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. കമലൻ പറയുന്നു, ആശാനെ ഏട്ടത്തിയമ്മ എടാ എന്താണെന്ന് വിളിച്ച് ചോദിക്കടാ, എനിക്കിപ്പോൾ കൈ ഒഴിയത്തില്ല. കമലൻ പെട്ടെന്ന് ഏട്ടത്തിയമ്മ എന്താന്ന് ചോദിക്കുമ്പോൾ, എടാ അവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് ലൈവായിട്ട് കാണിച്ച്. കമലൻ അങ്ങനെ ഒരു ആങ്കറെ പോലെ പെട്ടെന്ന് മൊബൈലിനകത്തൂടെ പറയുന്നു, ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ മണിമല എസ്റ്റേറ്റിൽ ഇടിച്ചു കയറി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ ഇടിച്ച് വീഴ്ത്തുന്ന രംഗമാണിത് എന്നൊക്കെ പറഞ്ഞ് ഫലിതത്തോടെ കുറേ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ സുസ്മിതയും ഉപേന്ദ്രനും കണ്ട് അങ്ങ് ഞെട്ടി വിറച്ച് നിൽക്കുവാണ്. അങ്ങനെ സുസ്മിതയ്ക്ക് ആകെയുള്ള ആ ഒരു പ്രതീക്ഷയെ അവിടെ നഷ്ടപ്പെടുവാണ്. മറ്റുള്ള ഓട്ടോക്കാരോട് വിഷ്ണു പറയുന്നു, ഇനി ഇവന്മാരെയൊക്കെ ബാക്കി നിങ്ങൾ നോക്കിക്കോ, ഞാൻ പോയി കുഞ്ഞുങ്ങളെ നോക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു ഓടിപ്പോവാണ് പപ്പിയെ സത്യം കാണാനായിട്ട്. സത്യ പറയുന്നു, പപ്പി അച്ഛൻ വന്നിട്ടുണ്ട്, അവിടെ ഇടിശബ്ദം കേട്ടോ, നമ്മളെ രക്ഷിക്കാൻ അച്ഛൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. മക്കളെ നിങ്ങൾ പേടിച്ചോ, ഞങ്ങളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക അച്ഛാ, അതാ ആ വഴിയെ കൂടെ കയറി വാച്ചാ എന്ന് പറയുമ്പോൾ വിഷ്ണു അതിൽ കൂടെ കയറിയ കതവ് തല്ലി പൊളിച്ച് മക്കളുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് കുഞ്ഞുങ്ങളെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഒരച്ഛൻ്റെ സ്നേഹം വാരി ചൊരിയുവാണ് വിഷ്ണു. മക്കളെ അങ്ങ് മാറിയും തിരിഞ്ഞ് ഉമ്മ കൊടുക്കുവാണ്. മക്കളും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ കവളിലിങ്ങനെ ഉമ്മകൾ കൊണ്ട് നിറയ്ക്കുവാണ്. മണിമല എസ്റ്റേറ്റിൽ സുസ്മിതയുടെ ഗുണ്ടകൾ ഇടികൊണ്ട് വീഴുന്ന രംഗം കണ്ട് സുസ്മിതയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുന്നു, അപ്പം പിന്നെ എങ്ങനെ പോവല്ലേ? അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ നിൽക്കാമെങ്കിലേ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ചായയും വടയുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോകാം. ഏതായാലും രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, ആ പെട്രോളിൻ്റെ നഷ്ടം ഈ ചായയും വടയിലെങ്കിലും അങ്ങ് ഒതുക്കാം. ജീവനില്ലാത്ത ഒരു മരപ്പാവ പോലെ നിൽക്കുന്ന സുസ്മിതയെ കണ്ടിട്ട് ശാലിനി വീണ്ടും പറയുക, സുസ്മിതേ നിൻ്റെ ഈ മുഖമുണ്ടല്ലോ, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഈ മുഖം, അതിനി കരയും മോളെ, പൊട്ടി പൊട്ടി കരയും. ഇനിയും ഈ ശാലിനിയുടെ നേരെ പകയുടെ പേരും പറഞ്ഞ് നീ എൻ്റെ നേർക്ക് നേരെ വന്നാൽ ഇപ്പം നിന്നെ ഞാനങ്ങ് വെറുതെ വിടുക. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനും രോഹിത്തിനെ ഉപദ്രവിച്ചതിനും ഒക്കെ ഞാൻ തരുന്ന പിച്ച, എൻ്റെ ദാനം, എൻ്റെ ദയ, ഇതിൻ്റെ പങ്കും പറ്റി നീ ഇവിടുന്ന് പോകാൻ നോക്കടി.
ഉപേന്ദ്രനെ നോക്കിയിട്ട് പറയുന്നു, നീ പോകുമ്പോഴേ ദാണ്ട ഈ പാഴ് ജന്മത്തിനെയും കൂടെ വിളിച്ചോണ്ട് പോ. എത്ര കിട്ടിയാലും പഠിക്കാത്ത സുസ്മിത പറയുക, ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ലടി. ഇപ്പം നീ ജയിച്ചു, അതിന്റെ വിജയം നീ ആഘോഷിച്ചോ. പക്ഷെ ഒന്ന് നീ ഓർത്തോ, നീ നോവിച്ച് അപമാനിച്ച് വിടുന്നതേ സുസ്മിതയാ. ആ പകയുടെ അവസാനം എന്താണെന്ന് നിനക്കറിയാവോ? നിന്റെ പട്ടടയാടി ശാലിനി. ജീവനോടെ നിന്നെ ചുട്ടരിക്കുന്ന പട്ടട. അതിലൊരു തിരി വെക്കുന്നതും വരെ ഞാൻ അടങ്ങില്ല. ഈ പറയുന്നത് സുസ്മിതയാ, പറയുന്നത് മാത്രം ചെയ്യുന്ന സുസ്മിത. എങ്കിൽ നമുക്ക് കാണാടി, നീ ഇപ്പം പോ എന്ന് നമ്മുടെ ശാലിനിയും പറയുവാണ്. അങ്ങനെ കാടിളക്കി പുലിയെപ്പോലെ വന്ന ഉപേന്ദ്രനും സുസ്മിതയും എലിയെപ്പോലെ ചുരുണ്ട് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. രജിസ്ട്രാർ പിയൂണിനോട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വായിച്ചും കേൾപ്പിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ. എന്നാൽ പിന്നെ രാഘവൻ നായരുടെ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും ഇങ്ങോട്ട് വാങ്ങിച്ചേ. രാഘവേട്ടനോട് അങ്ങനെ അവർ ആധാർ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ്റെ തലയിലെ കിളി ആകെ പോയ ലക്ഷണമാണ്. രാഘവേട്ടന് ഒന്നും ഓർമ്മ വരുന്നില്ല. ആധാറോ എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ രോഹിത്തും പറയുന്ന, അച്ഛ പോക്കറ്റിലിരിക്കുന്ന ആധാർ എടുത്ത് കൊടുക്ക്. അങ്ങനെ ഒരു വിധത്തിൽ ആധാർ എടുത്ത് രാഘവേട്ടൻ കൊടുക്കുന്നുണ്ട്. ആ പിയൂൺ രജിസ്ട്രാർഡ് പറയുന്നുണ്ട്, സാറേ ഈ ഇരിക്കുന്ന രാഘവൻ നായരാണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എടോ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ. അതുകൊണ്ട് പച്ചവെള്ളം കണ്ടാലും എനിക്ക് പേടിയാ. ജോലി പോയാലേ എൻ്റെ മാത്രമേ പോകത്തുള്ളൂ. ആധാർ കാർഡ് വാങ്ങിയിട്ട് രജിസ്റ്റർ കുറച്ച് ആവശ്യമില്ലാത്ത പ്രകടനങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. പേര് രാഘവൻ നായർ എന്ന് തന്നെയല്ലേ? എന്ത് ചെയ്യാനാ, പൊട്ടൻ ചന്തയ്ക്ക് പോയതുപോലെ ആയിപ്പോയി. രാഘവേട്ടൻ ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. രോഹിത്ത് പറയുന്നു, അച്ഛൻ്റെ പേരാ ചോദിച്ചത്, രാഘവൻ നായരെന്നല്ലയോ എന്ന്. ആ അതെ, എൻ്റെ പേര് രാഘവൻ നായരെന്നാ. ഈ ആധാർ കാർഡിൽ ഒന്നും വ്യക്തമല്ലല്ലോ. അത് രജിസ്ട്രാറിൻ്റെ കണ്ണിൻ്റെ കേടാ. ഒരിക്കലും ആധാർ കാർഡിലൊന്നും വ്യക്തമല്ലാതെ വരത്തില്ല. മര്യാദയ്ക്കൊരു കണ്ണാടി വെച്ചിട്ട് നോക്കെൻ്റെ രജിസ്റ്ററെ എന്നിങ്ങനെ അവരാരും പറഞ്ഞില്ല, ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. ഇത് വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയെല്ലാം തീരുമാനിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? കിളി പോയിരിക്കുന്ന രാഘവേട്ടനോട് ആ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നത്. അല്ല, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ രാഘവേട്ടൻ എന്ന് ചിന്തിക്കുക. രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവോ? അതാ ചോദിക്കുന്നത്. അതാ എന്നും പറഞ്ഞ് രാഘവേട്ടൻ നിൽക്കുക. രാഘവേട്ടൻ അതൊന്നും ഓർമ്മയില്ല. ഈ കണ്ണും പിണിയും കാണാത്ത ഈ രജിസ്റ്ററിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് രാഘവേട്ടനെ വീണ്ടും വിടാൻ പ്ലാനില്ല. എന്നാലൊരു കാര്യം ചെയ്യും, ഇതിലോട്ടൊന്ന് സൈൻ ചെയ്ത് ഒരു പേപ്പർ കൊടുത്തിട്ട് അതിലോട്ട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് രാഘവേട്ടൻ ഇങ്ങനെ അതേ നോക്കിക്കൊണ്ട് കുത്തി വരയ്ക്കുവാണ്. രോഹിത്തിനാകെ വെപ്രാളവും സങ്കടം വരുക. അച്ഛ സൈൻ ചെയ്യച്ച. അപ്പോൾ സൈനോ? ആ ചെയ്യാം എന്നും പറഞ്ഞ് വീണ്ടും രാഘവേട്ടൻ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. രജിസ്ട്രാർ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അയാൾക്ക് എന്തൊക്കെയോ ഡൗട്ടുകൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആവശ്യമില്ലാതെ ഈ രജിസ്ട്രാർ കുറേ കുഴപ്പങ്ങളൊക്കെ രാഘവേട്ടൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ആ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ കളക്ടർ ശാലിനി വന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രാഘവേട്ടൻ്റെ പേരിൽ ആ വീടും വസ്തുവും കിട്ടുമെന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.